നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്. ലെറ്റ് Z0 and Z1 be points in a domain D. A contour integral over CF of Z dz is independent of path if its value is the same for all contours C in D with an initial point Z0 and terminal point Z1. അതായത് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ സി എന്നുള്ളത് എന്താണ്? സി എന്നുള്ളത് ഡൊമെയിനിലെ ഒരു കോണ്ടൂറാണ്. ഇനീഷ്യൽ പോയിൻ്റ് Z0ഉം ടെർമിനൽ പോയിൻ്റ് Z1ഉം ആയിട്ടുള്ള ഒരു കോണ്ടൂർ. ദെൻ ഇങ്ങനെ Z0 നിന്ന് Z1ലേക്ക് ഡൊമെയിനിൽ നമുക്ക് ഒരുപാട് കോണ്ടൂർസ് കണ്ടുപിടിക്കാം. ഇങ്ങനൊരു കോണ്ടൂർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കാം. ദെൻ വേറെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോണ്ടൂർസ് കണ്ടുപിടിക്കാം. ദെൻ ഈ ഓരോ കോണ്ടൂറിനും ഈ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിഫറെൻറ്റ് കോണ്ടൂറിന് സെയിം ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ കോണ്ടൂറിനും ഈ ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആയിട്ട് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഈ ഒരു ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്താണെന്ന് പറയാൻ പറ്റുക. അതായത് ടെർമിനൽ പോയിൻ്റ് ആൻഡ് ഇനീഷ്യൽ പോയിൻ്റ് Z0നെയും Z1നെയും മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഇൻ്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് Z0 നിന്ന് Z1ലേക്കുള്ള പാത്ത് ആ സി എന്നുള്ള കർവിൽ അതെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ഏത് വഴി Z0 നിന്ന് Z1ലേക്ക് പോയാലും നമുക്ക് എന്താണ് കിട്ടുക? സെയിം വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ആണ് കിട്ടുക. അപ്പോൾ അത് ആ വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വാല്യൂ റിമെയിൻസ് സെയിം ഫോർ ഓൾ കോണ്ടൂർ സി ഇൻ ഡി വിത്ത് ഇനീഷ്യൽ പോയിൻറ്റ് Z0 ആൻഡ് ടെർമിനൽ പോയിൻറ്റ് Z1. ദെൻ നെക്സ്റ്റ് തിയറം പറയുന്നത് ഇഫ് എഫ് ഇസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി and C is contour in D, then integral over C f of Z dz is independent of path C. അതായത് എഫ് എന്നുള്ളത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ, അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡിയിൽ. ദെൻ ആ ഡൊമെയിനിലെ ഒരു കോണ്ടൂർ സി, ഏതൊരു കോണ്ടൂർ സിക്കും ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ആണ്. അപ്പോൾ സി എന്നുള്ള കോണ്ടൂറിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത്? ഈ ടെർമിനൽ പോയിൻറ്റിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഇൻ്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണ്? അപ്പോൾ നമ്മളിവിടെ എടുക്കുകയാണ്. നെക്സ്റ്റ് ഡെഫിനിഷനാണ്. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമെയിൻ ടി ഇഫ് ദർ എക്സിസ്റ്റ്സ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് സെഡ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഫോർ ഈച്ച് സെഡ് ഇൻ ഡി ദെൻ എഫ് ഈസ് കോൾഡ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. അതായത് സ്മോൾ എഫ് എന്നുള്ളത് ക്യാപിറ്റൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എഫ് എന്നുള്ള ഫംഗ്ഷനെ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് എന്നെടുക്കുക. ദെൻ സൈൻ സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്തായിരിക്കും? സൈൻ സെഡ് എന്നുള്ളത് ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ടാണോ വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈൻ സെഡ് ഡെറിവേറ്റീവായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എടുക്കുകയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് സെഡ്. ദെൻ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഡാഷ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് സൈൻ സെഡ്, ദാറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് സെഡ്. നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എഫ് ഇസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. ദെൻ നമ്മളിവിടെ പറഞ്ഞു സൈൻ സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് എന്ത്? മൈനസ് കോസ് സെഡ്. അപ്പം നമുക്ക് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ സെഡ് കിട്ടി. ദെൻ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കോസ് സെഡ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി സെഡ് ഓഫ് മൈനസ് കോസ് സെഡ് പ്ലസ് സി എന്താണ് കിട്ടുക? ദാറ്റ് ഈസ് സൈൻ സെഡ് പ്ലസ് 0. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ സൈൻ സെഡ്. അപ്പോൾ മൈനസ് കോസ് സെഡ് പ്ലസ് സി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ് വരുന്നത്? സൈൻ സെഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവാണ് മൈനസ് കോസ് സെഡ് പ്ലസ് സി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് സ്മോൾ എഫിന് കണ്ടുപിടിച്ചാൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പ്ലസ് സി എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ ആൻ ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഒരു ഫോമിൽ കിടക്കുന്ന ആൻറ്റി ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് അതിന് തന്നെയാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓഫ് എ ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് സെഡ് ഈസ് റിട്ടൺ ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്
പ്ലസ് സി വേർ എഫ് ഡാഷ് സെഡ് ഈസ് സ്മോൾ എഫ് ഓഫ് സെഡ് ആൻഡ് സി ഈസ് സം കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു ജനറൽ ആൻറ്റി ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. അതായത് ആൻറ്റി ഡെറിവേറ്റീവ്, ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇൻ്റഗ്രൽ എന്നുള്ള ടേം ഓൾറെഡി എല്ലാവർക്കും അറിയണതായിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് തിയറം 2, ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഇൻ എ ഡൊമെയിൻ ഡി and capital F be an antiderivative of small f in D. Then for any contour C in D with an initial point Z0 and terminal point Z1, integral over C f of Z dz is equal to capital F of Z1 minus capital F of Z2. അതായത് ഈ തിയറം പറയുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ് പറയുന്നത്, എഫ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഡൊമെയിൻ ഡിയിൽ കണ്ടിന്യൂസ് ആണ്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷന് നമുക്കൊരു ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫോർ എനി കോണ്ടൂർ സി ഇൻ ഡി വിത്ത് ഇനീഷ്യൽ പോയിൻറ്റ് Z0 ആൻഡ് ടെർമിനൽ പോയിൻറ്റ് Z1. സി എന്നുള്ളത് Z0 ഇനീഷ്യൽ പോയിൻറ്റും Z1 ടെർമിനൽ പോയിൻറ്റുമായിട്ടുള്ള ഒരു കോണ്ടൂർ ഇൻ ഡി ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും? ഏതൊരു കോണ്ടൂർ സിക്കും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? എഫ് ഓഫ് Z1 മൈനസ് എഫ് ഓഫ് Z2. ക്യാപിറ്റൽ എഫ് എന്നുള്ളതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ അറ്റ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z2. ഇതായിരിക്കും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഫോർ എനി കോണ്ടൂർ സി ഇൻ ഡി വിത്ത് ഇനീഷ്യൽ പോയിൻറ്റ് Z0 ആൻഡ് ടെർമിനൽ പോയിൻറ്റ് Z1. അതായത് ഏതൊരു കോണ്ടൂർ സി ഇൻ ഡിക്കും ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? Z0 Z1 എന്നുള്ള പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആ ഒരു സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. Z0 നിന്ന് Z1ലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് ഈ ഇൻ്റഗ്രൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ് എന്നാണ് പറയുന്നത്. എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷനും ക്യാപിറ്റൽ എഫ് എന്നുള്ളത് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവും ആണെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇനി ഫോർ എനി കോണ്ടൂർ സി ഇൻ ഡി ഇൻ്റഗ്രൽ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് Z1 ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z2 ആയിരിക്കും. ദെൻ അതിൻ്റെ പ്രൂഫ് നോക്കാം. നമ്മളിവിടെ എടുക്കുകയാണ് സി ബി എ സ്മൂത്ത് കർവ് ഡിഫൈൻഡ് ബൈ സി എന്നുള്ള കർവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതുകയാണ്. സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എഫ് എന്നുള്ളത് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഡാഷ് സെഡ് എന്തായിരിക്കും? സ്മോൾ എഫ് ഓഫ് സെഡ് ഫോർ ഓൾ സെഡ് ഇൻ സി. ദെൻ ഓൺ സി സി എന്നുള്ള കർവ് എന്താണ്? സെഡ് വാല്യൂസ് സെഡ് ഓഫ് ടി ആണ്. അപ്പോൾ ഓൺ സി എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈസ് എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി. എന്തുകൊണ്ടാണ്? ഫോർ ഓൾ സെഡ് ഇൻ സി എഫ് ഡാഷ് സെഡ് ഈസ് എഫ് ഓഫ് സെഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ഇത് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് സെഡ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു സെഡ് ഡാഷ് ടി ഡി ടി. ദെൻ ഈ എഫ് ഡാഷ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് എഴുതാം ചെയിൻ റൂൾ വെച്ചിട്ട്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ് വരുന്നത്? എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ടി ആണ് വരിക. അപ്പോൾ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് എഫ് ഡാഷ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടിക്ക് ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്താവും? ഇൻ്റഗ്രൽ എ ടു ബി ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്താണ്? അപ്പോൾ ഈ ഫംഗ്ഷൻ തന്നെയാണ് വരിക. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി വിതിൻ ദ ലിമിറ്റ് എ ടു ബി ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് എ. ദെൻ നമ്മുടെ സി എന്നുള്ള കർവ് ഉണ്ട്. ആ കോണ്ടൂർ എന്താണ്? സി എന്നുള്ള കോണ്ടൂർ സെറ്റ് നോട്ടിൽ നിന്ന് സെഡ് വണ്ണിലേക്കുള്ള കോണ്ടൂറാണ്. ദെൻ അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ സെഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സി എന്നുള്ള കോണ്ടൂറിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ്. അപ്പോൾ സെഡ് ഓഫ് എ ഈസ് സെഡ് നോട്ട്. അതേമാതിരി സെഡ് ഓഫ് ബി എന്താണ്? സി എന്നുള്ള കോണ്ടൂറിൻ്റെ ടെർമിനൽ പോയിൻറ്റ്, അതായത് സെഡ് വൺ. സെഡ് ഓഫ് ബി എന്ന് പറയുന്നത് സെഡ് വൺ ആണ്. സെഡ് ഓഫ് എ എന്ന് പറയുന്നത് സെഡ് നോട്ട് ആണ്. അപ്പോൾ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ബി എന്താവും? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് എ എന്താവും? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് കിട്ടിയത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ്
Z0 for any contour C with initial point Z0 and terminal point Z1. Then next ഒരു റിമാർക്കാണ്, അതായത് സി എന്നുള്ള കോണ്ടൂർ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മളിവിടുത്തെ അസ്യൂം ചെയ്യുന്നുണ്ട് എഫ് എന്നുള്ളതിനെ കണ്ടിന്യൂറ്റി ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ വേണം. അതുമാതിരി ഇതേ കണ്ടീഷൻസൊക്കെ വരുന്നുണ്ട്. എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമെയിൻ ഡി ആൻഡ് ക്യാപിറ്റൽ എഫ് ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഇൻ ഡി. ദെൻ സി എന്നുള്ള കോണ്ടൂർ എടുക്കുന്നത് നമുക്ക് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കും. അതായത് കോണ്ടൂർ എന്താണ്, ക്ലോസ്ഡ് കോണ്ടൂറാണ്. ദെൻ Z0 ആൻഡ് Z1 സെയിം ആയിരിക്കും. ദെൻ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓവർ സി, സി എന്നുള്ള കോണ്ടൂർ എന്താണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇസ് സെഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z2. സോറി, ഇവിടെ Z0 Z1 ആണ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻറ്റ്സ് എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z0 ആണ് കേട്ടോ. അവിടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു മാറ്റണ്ടേ. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z0 ആണ്. സി ക്ലോസ്ഡ് ആയ കാരണം ഈ Z1 ഉം Z0 എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ റിസൾട്ട് കിട്ടും. അതായത് ഇഫ് ദ കോണ്ടൂർ സി ഈസ് ക്ലോസ്ഡ്, ദാറ്റ് ഈസ് Z0 ഈസ് Z1, then we have closed integral over C f of z dz is 0. ഈ തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. ക്ലോസ്ഡ് ആകുമ്പോൾ Z0 ആൻഡ് Z1 സെയിം ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z0 എന്താവും, ക്യാപിറ്റൽ എഫ് ഓഫ് Z1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് Z1 ദാറ്റ് ഈസ് 0. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി, ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇസഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അതും ഈ തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. എഫ് എന്നുള്ളതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ എ ഡൊമെയിൻ ഡിയും എഫ് എന്ന് സ്മോൾ എഫ് എന്നുള്ള ഫംഗ്ഷന് has an anti-derivative capital F in D, then for any contour C in D with initial point Z0 and Z1, integral over C f of z dz is f of Z1 minus f of Z0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ Z0 ആൻഡ് Z1 എന്നുള്ള പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് സി എന്നുള്ള കോണ്ടൂറ് Z0 നിന്ന് Z1ലേക്കുള്ള എനി കോണ്ടൂർ, ഏത് കോണ്ടൂർ വേണമെങ്കിലാവാം, ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്, സെയിം ആണ്. ഫോർ എനി കോണ്ടൂർ സി ഇൻ ഡി, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് റിമെയിൻസ് സെയിം. സോ ദ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അപ്പോൾ അത് ഈ റിസൾട്ട് തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷനും and f has an antiderivative capital F, then integral over c f of z dz is independent of path. Then next നമ്മൾ പറയുന്നത് if f is continuous and the integral over c f of z dz is independent of path in a domain D, then f has an antiderivative everywhere in D. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള റിസൾട്ടാണ്. അതായത് എഫിന് കണ്ടിന്യൂറ്റിയും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്തും ആണെങ്കിൽ എന്ത് പറയാം, ദ ഫംഗ്ഷൻ സ്മോൾ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് എവരിവേർ ഇൻ ഡി. അതായത് എക്സിസ്റ്റൻസ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരിക, ഏത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് വരിക എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് തിയറം, എക്സിസ്റ്റൻസ് ഓഫ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ്. ഇഫ് എഫ് ഈസ് അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി, ദെൻ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഇൻ ഡി. That is, there exists a function capital F such that capital F dash z is equal to small f of z for all z in D. അതായത് ഫംഗ്ഷൻ എഫിന് അനലിറ്റിസിറ്റി വരുന്നു. ഇത് നമ്മളിവിടെ ഓൾറെഡി തിയറം 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ അനലിറ്റിസിറ്റിനെ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി വരികയാണെങ്കിൽ ഈ ഫോർ സി ഈസ് എ കോണ്ടൂർ ഇൻ ഡി, ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ദെൻ ഇവിടെ നമുക്കപ്പോൾ എഫിന് അനലിറ്റിസിറ്റി വരുമ്പോൾ എഫിന് കണ്ടിന്യൂറ്റി ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എഫിന് കണ്ടിന്യൂറ്റിയും വന്നു, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായി, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്തുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എഫിന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എഫിന് അനലിറ്റിസിറ്റി വന്നു, ഇനി സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആൻഡ് എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഇൻ ഡി. ദാറ്റ് ഈസ് there exists a function capital F such that capital F dash z is equal to small f of z for all z in D. അതായത് നമ്മൾ തിയറം 1ഉം ഈ ഒരു റിസൾട്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് ഈ ഒരു തിയറം കിട്ടുന്നത്.
Next problem, evaluate the following integral where c is a contour from z equal to 0 to z equal to 1 plus I. ഏതാണ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്? ഇൻ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ്. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റിയ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ്. ദെൻ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻറ്റ്സ് അറിയാമെന്ന് വെച്ചാൽ ആൻറ്റി ഡെറിവേറ്റീവ് സ്മോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ സെഡ് സ്ക്വയർ ആണ്. ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് ആണ്. സെഡ് നോട്ട് ഇനീഷ്യൽ പോയിൻറ്റും സെഡ് വൺ ടെർമിനൽ പോയിൻറ്റും ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ വരിക. കോണ്ടൂറിന് ഇൻ്റഗ്രൽ വാല്യൂ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് സ്ക്വയർ, ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അറിയാവുന്നതാണ് നമുക്ക് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി. എഫ് ഓഫ് സെഡ് ഈസ് സെഡ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ദെൻ ഇതിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സെഡ് ക്യൂബ് ബൈ 3 എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ സെഡ് സ്ക്വയർ ആണ് ഡെറിവേറ്റീവ് വരുന്നത്. അപ്പോൾ സെഡ് സ്ക്വയർ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ് സെഡ് ക്യൂബ് ബൈ 3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെഡ് ക്യൂബ് ബൈ 3 എന്നുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. അപ്പോൾ സ്മോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആൻഡ് സ്മോൾ എഫ് ഹാസ് ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ്. ദെൻ ബൈ ഫണ്ടമെൻ്റൽ തിയറം എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് എലോങ് സി, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആൻഡ് ഇൻ്റഗ്രൽ വാല്യൂ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ്, ഇവിടുത്തെ ഇനീഷ്യൽ പോയിൻ്റ് ഏതാണ്? 0 ആണ്. ടെർമിനൽ പോയിൻ്റ് ഏതാണ്? 1 പ്ലസ് ഐ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് 1 പ്ലസ് ഐ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. ദെൻ ഇൻ്റഗ്രൽ ഓഫ് അതായത് പറഞ്ഞപ്പോൾ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് എലോങ് സി വേർ സി ഈസ് എനി കോണ്ടൂർ ജോയിനിങ് 0 to 1 plus I depends only on the end point 0 and 1 plus I and integral over c z square dz is equal to integral 0 to 1 plus I f of z dz, that is equal to capital F of 1 plus I minus capital F of 0. Then capital F of z എന്താണ്? z cube by 3 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 1 plus I the whole cube divided by 3 minus 0 divided by 3, that is equal to, then expansion ചെയ്യണു, അതായത് 1 plus I the whole cube, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? 1 plus 3 into 1 square into I plus 3 into 1 into I square plus I cube, then divided by 3, that is equal to 1 plus 3I, then I സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ -3, then I ക്യൂബ് എന്താണ്? I സ്ക്വയർ -1 ആണ്. അപ്പോൾ I ക്യൂബ് എന്തായിരിക്കും? I ക്യൂബ് മൈനസ് I ആയിരിക്കും. -1 ഇൻറ്റു I, ദാറ്റ് ഈസ് -I. അപ്പോൾ -I ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 1 + 3I - 3 - I by 3, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 2I ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു -1 + I. ഇതാണ് ഇൻ്റഗ്രൽ വാല്യൂ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യണം റിസൾട്ട്, അതായത് ഫംഗ്ഷന് കണ്ടിന്യൂറ്റിയും വേണം, ദെൻ ആ ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഫോർ എനി കോണ്ടൂർ സി ഫ്രം സെഡ് നോട്ട് ടു സെഡ് വൺ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട്, ഓർ ക്യാപിറ്റൽ എഫ് ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് integral over c e raised to pi z dz where c is any contour from z equal to 0 to 1 plus I. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് സെഡ് എന്നുള്ളത് സ്മോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇ റേസ് ടു പൈ സെഡ് ആണ്. ഈ ഫംഗ്ഷൻ എന്താണ്? എവരിവെയർ കണ്ടിന്യൂസ് ആണ്. ഇനി ഇതിന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കാണിക്കണേ. അതായത് നമ്മൾ ഇ റേസ് ടു പൈ സെഡ് ഡിവൈഡഡ് ബൈ പൈ എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? ഡി ബൈ ഡി സെഡ് ഓഫ് ഇ റേസ് ടു പൈ സെഡ് ബൈ പൈ, that is equal to e raised to pi z divided by pi, e raised to pi z ൻ്റെ ഡെറിവേറ്റീവ് e raised to pi z into pi വരും, then divided by pi. അപ്പോൾ ഈ പൈ കട്ടാവുമ്പോൾ ഡെറിവേറ്റീവ് e raised to pi z ആവും.
അപ്പോൾ ഇ റേസ് ടു പൈ സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഇ റേസ് ടു പൈ സെറ്റ് ബൈ പൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇ റേസ് ടു പൈ സെറ്റ് ബൈ പൈ എന്നുള്ളതിനെ ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ capital F is an antiderivative for small f. Then by fundamental theorem, integral of f of z along C, where C is any contour joining 0 to 1 plus I, depends only on the endpoints 0 and 1 plus I, and integral over C raised to pi z dz is capital F of 1 plus I minus capital F of 0. Then that is equal to e raised to പൈ സെഡ് ആണ് നമ്മുടെ എഫ് ഓഫ് ഇ റേസ് ടു പൈ സെഡ് ബൈ പൈ ആണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് 1 പ്ലസ് ഐ എന്തായിരിക്കും, ഇ റേസ് ടു പൈ ഇൻറ്റു 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ പൈ മൈനസ് ഇ റേസ് ടു 0 ഡിവൈഡഡ് ബൈ പൈ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പൈ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ മൈനസ് 1, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ പൈ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പൈ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ എന്താണ്, കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ minus 1 divided by pi. That is equal to e raised to pi into cos pi value minus 1 sin pi 0 ആണ്. അപ്പോൾ minus 1 divided by pi. That is equal to minus e raised to pi minus 1 divided by pi. ഇതാണ് ആൻസർ. അതായത് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് കിട്ടും മൈനസ് ഓഫ് 1 by pi ഇൻറ്റു ഇ റേസ് ടു പൈ പ്ലസ് 1. നെക്സ്റ്റ് പറയുന്നത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ലെറ്റ് എഫ് ബി അനലിറ്റിക് എവരിവെയർ വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ടേക്കൺ ഇൻ ദ പോസിറ്റീവ് സെൻസ്. ഇഫ് സെറ്റ് നോട്ട് ഈസ് എനി പോയിൻറ്റ് ഇൻറ്റീരിയർ ടു സി, ദെൻ എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 1 by 2 pi I ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് ഈസ് 2 pi I ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. ഈ ഫോർമുലയാണ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ എഫ് എന്നുള്ളത് അനലിറ്റിക് എവരിവെയർ വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. അതായത് സി എന്നുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട്. ദെൻ ഈ കോണ്ടൂറിൽ വിത്തിൻ ആൻഡ് ഓൺ എഫ് എന്താണ്, എഫ് എന്നുള്ള ഫംഗ്ഷൻ, ഇത് പോസിറ്റീവ് സെൻസിലാണ് സി എന്നുള്ള കോണ്ടൂർ എടുത്തിരിക്കുന്നത്. വിത്തിൻ ആൻഡ് ഓൺ സി എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ്. സെറ്റ് നോട്ട് എന്നുള്ളത് എന്താണ്, ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് സി എന്നുള്ള കോണ്ടൂറിൻ്റെ. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ബൈ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് ഈസ് 2 pi I ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. തിയറത്തിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ എടുക്കണില്ല. നെക്സ്റ്റ് നമുക്കതിൻ്റെ പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് പ്രോബ്ലം 2, ഇൻ്റഗ്രേറ്റ് സെറ്റ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ് അറൗണ്ട് ദ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 1 by 2. Then second one mod z minus I equal to 1. Then next mod z equal to 2. അപ്പോൾ നമുക്കിവിടെ കോണ്ടൂർസ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് കോണ്ടൂർ എന്താണ്, mod z equal to 1 by 2 ആണ്. നമുക്ക് അറൗണ്ട് ദിസ് സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അറൗണ്ട് ദിസ് സർക്കിൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡി സെറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. വേർ സി ഈസ് ദ സർക്കിൾ, മോഡ് സെറ്റ് ഈസ് 1 by 2. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 by 2 എന്നുള്ള സർക്കിളാണ് നമ്മളിവിടെ ഫിഗർ വരച്ചിരിക്കുന്നത്. അതായത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1 by 2. ഈ പോയിൻ്റ് 1 by 2 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 by 2, സീറോയിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് 1 by 2. അപ്പോൾ അതാണ് മോഡ് സെറ്റ് ഈക്വൽ ടു 1 by 2 എന്നുള്ള സർക്കിൾ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പം നമുക്കിവിടെ അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, സെറ്റ് സ്ക്വയർ അനലിറ്റിസിറ്റി പോണത് സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് സെറ്റ് ഈക്വൽ ടു മൈനസ് പ്ലസ് ഓർ മൈനസ് ഐ ആകുമ്പോഴാണ് എന്ത് വരിക, ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഈ പോയിൻറ്റ്സിലൊക്കെ എന്താണ് ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോകും. അപ്പോൾ ദിസ് ഇസ് എ റാഷണൽ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് അനലിറ്റിക് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് ദ പോയിൻറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ദെൻ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഇൻ എവരി ഡൊമെയിൻ നോട്ട് കണ്ടെയ്നിങ് പ്ലസ് ഓർ മൈനസ് ഐ.
അപ്പോൾ ഇവിടെ നമ്മുടെ ഡൊമെയിൻ നമ്മളിപ്പോൾ ഈ ഒരു സി എന്നുള്ള കോണ്ടൂറാണ്. വിത്തിൻ ആൻഡ് ഓൺ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഐ എന്നുള്ള പോയിൻ്റ് അതിൻ്റെ പുറത്താണ് വരുന്നത്. മൈനസ് ഐ എന്നുള്ള പോയിൻറ്റും എന്താണ് ഈ സർക്കിളിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1 സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡി സെഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്നുള്ളത് അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി. Then by Cauchy-Integral theorem, the integral over c f of z dz is 0. Then next circle consider ചെയ്യുന്നത് mod z minus i equal to 1 ആണ്. അപ്പോൾ mod z minus i equal to 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? i എന്നുള്ളത് സെൻറ്ററും റേഡിയസ് 1 ഉള്ള സർക്കിളാണ്. അപ്പോൾ നമ്മുടെ സർക്കിൾ എങ്ങനെ വരും? ഇതായിരിക്കും നമ്മുടെ സർക്കിൾ വരിക. ഇതാണ് അതിൻ്റെ ഫിഗർ. എക്സ് ആക്സസും വൈ ആക്സസും വരച്ചു. ദെൻ ഐ സെൻറ്ററും റേഡിയസ് 1ഉമുള്ള സർക്കിൾ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സി എന്നുള്ള കോണ്ടൂർ. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഐ എന്നുള്ള പോയിന്റിൽ എന്താണ് ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. സെറ്റ് സ്ക്വയർ മൈനസ് 1 സെറ്റ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതിന് അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനസ് ഐ എന്നുള്ള പോയിൻ്റ് എവിടെയാണ്? ഈ സർക്കിളിൻ്റെ പുറത്താണ്. ഐ എന്നുള്ള പോയിൻ്റ് ഏതാണ്? ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിന്റിൽ എന്ത് വരുന്നുണ്ട്? ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോകുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ ആദ്യം മാറ്റി എഴുതാം. സെറ്റ് സ്ക്വയർ മൈനസ് 1 സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് ഐ ഇൻറ്റു സെറ്റ് മൈനസ് ഐ. സെറ്റ് സ്ക്വയർ പ്ലസ് 1നെ നമ്മൾ മാറ്റി എഴുതുകയാണ്. സെറ്റ് പ്ലസ് ഐ ഇൻറ്റു സെറ്റ് മൈനസ് ഐ. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് ഐ ഇൻറ്റു 1 ബൈ സെറ്റ് മൈനസ് ഐ. ദെൻ നമുക്കപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡി സെഡ് ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് ഐ ഇൻറ്റു 1 ബൈ സെറ്റ് മൈനസ് ഐ ഡി സെഡ് എന്ന് എഴുതാം. ദെൻ നമ്മളിവിടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് നമ്മളിവിടെ എടുക്കണം. എഫ് ഓഫ് സെഡ് എന്നുള്ളത് സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് ഐ എന്നെടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിനെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് ഐ ഡി സെറ്റ് എന്നെഴുതാം. ദെൻ ഇവിടെ വരുന്ന എഫ് ഓഫ് സെറ്റ് എന്താണ്? എഫ് ഓഫ് സെറ്റ് നമ്മളെടുത്തത് എന്തായിരുന്നു? എഫ് ഓഫ് സെറ്റ് എന്നുള്ളത് നമ്മളെടുത്തത് സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് ഐ ആയിരുന്നു എഫ് ഓഫ് സെറ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഈ ഫംഗ്ഷന് എന്താണ്? വിത്തിൻ ആൻഡ് ഓൺ സി ദിസ് ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക്. എന്തുകൊണ്ടാണ്? ഇതിനാകെ അനലിറ്റിസിറ്റി പോണത് എവിടെയാണ്? മൈനസ് ഐ എന്നുള്ള പോയിന്റിലാണ്. ദെൻ എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി എന്ന് പറയാം. ദെൻ ഇവിടെ പറയുന്നത് എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ടാണ്. ഇവിടുത്തെ സെറ്റ് നോട്ട് വാല്യൂ എന്താണ്? സെറ്റ് നോട്ട് ഈസ് ഐ. ഇതെന്താണ്? ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് സി ആണ് അല്ലേ? സെറ്റ് നോട്ട് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് സി. അതായത് എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക് within and on C and set naught is equal to I is an interior point of C. Then by Cauchy integral formula, closed integral over C f of z by z minus z naught, that is z minus I dz. എന്തായിരിക്കും? 2 pi I into f of z naught. അതായത് 2 pi I into f of I. 2 pi I into f of I ആയിരിക്കും. ദെൻ ആ വാല്യൂ എന്താണ് വരിക? 2 pi I into എഫ് ഓഫ് ഐ. എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് ഐ എന്താണ്? ഐ സ്ക്വയർ മൈനസ് 1 ബൈ ഐ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2 pi I into മൈനസ് 1 ഡിവൈഡഡ് ബൈ 2i. ദെൻ ഈ ഐ കട്ടാവും, 2 കട്ടാവും. അപ്പോൾ ആൻസർ മൈനസ് 2 pi. ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2 pi ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. സെറ്റ് സ്ക്വയർ മൈനസ് 1 ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 1. ദെൻ ഇവിടെ സർക്കിൾ എന്താണ് വരുന്നത്? മോഡ് സെറ്റ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്നുള്ള സർക്കിൾ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 2 ഉള്ള സർക്കിളാണ്. അപ്പോൾ റേഡിയസ് 2 ആണ്. അപ്പോൾ ഈ പോയിൻറ്റ് 2 ആയിരിക്കും, ഈ പോയിൻറ്റ് -2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിൻറ്റ്സ് ഐയും മൈനസ് ഐയും
ആണ് സെറ്റ് സ്ക്വയർ മൈനസ് 1/z² + 1 അൺലെറ്റിസിറ്റി പോണത്. ഇവിടെ 2 പോയിൻറ്റ്സും എന്താണ്, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? ഒരു പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇവിടെ 2 പോയിൻറ്റ്സും സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സെറ്റ് സ്ക്വയർ മൈനസ് 1/z² + 1 നമ്മൾ മാറ്റി എഴുതുകയാണ്. അതായത് നമുക്ക് സെറ്റ് സ്ക്വയർ മൈനസ് 1/z² + 1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1/z² + 1 എഴുതാം. ദെൻ ഇതിനെ നമ്മൾ സെറ്റ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1/z² + 1ന് സെറ്റ് പ്ലസ് i ഇൻറ്റു സെറ്റ് മൈനസ് i എന്ന് എഴുതാം. ദെൻ ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു a/z + i പ്ലസ് b/z മൈനസ് i. Then this is equal to z square minus 1 into a into z minus I plus b into z plus I divided by z plus I into z minus I എന്താണ്? z square plus 1. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഇക്വേറ്റിംഗ് ഈ ഒരു ന്യൂമറേറ്റർ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് സ്ക്വയർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ a ഇൻറ്റു സെറ്റ് മൈനസ് i പ്ലസ് b ഇൻറ്റു സെറ്റ് പ്ലസ് i ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 1 അല്ല, സെറ്റ് സ്ക്വയർ മൈനസ് 1 നമ്മളോട് ഓൾറെഡി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ എയും ബിയും സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ഈസ് ഈക്വൽ ടു i എന്ന് കൊടുത്താൽ എന്താണ് കിട്ടുക? b ഇൻറ്റു 2i equal to 1. So b is equal to 1/2i. Then set is equal to minus i എന്ന് കൊടുത്താൽ a ഇൻറ്റു മൈനസ് 2i equal to 1. അപ്പോൾ എയുടെ വാല്യൂ മൈനസ് 1/2i. അപ്പോൾ എയും ബിയും കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സെറ്റ് സ്ക്വയർ മൈനസ് 1/z² + 1 ഇതെന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എയുടെ വാല്യൂ മൈനസ് 1/2i, ബിയുടെ വാല്യൂ 1/2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് 1/2i ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? സെറ്റ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു 1/z മൈനസ് i മൈനസ് 1/z + i നമ്മളിങ്ങനെ മാറ്റി എഴുതി. ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/z² + 1 dz ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/2i ഇൻറ്റു 1/z മൈനസ് i dz മൈനസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/2i ഇൻറ്റു 1/z + i dz. അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റഗ്രൽസിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ സെറ്റ് സ്ക്വയർ മൈനസ് 1/2i അതിന് നമ്മൾ f(z) ആയിട്ട് എടുക്കണോ. ദെൻ എങ്ങനെ എഴുതാം? സെറ്റ് സ്ക്വയർ മൈനസ് 1/2i ഇവിടെയും ഇൻ്റഗ്രലിൽ വരുന്നുണ്ട്, ഇതും f(z) ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി f(z/z മൈനസ് i dz മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി f(z/z + i dz. ദെൻ ഇതിൽ ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ f(z) എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? f(z) എന്നുള്ളത് സെറ്റ് സ്ക്വയർ മൈനസ് 1/2i ആണ്. ദെൻ ഇത് എവരിവേർ അനലിറ്റിക് ആണ്, അതായത് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. സി എന്നുള്ള സർക്കിൾ നമ്മളിവിടെ ഓൾറെഡി വരച്ചതാണ്. സി എന്നുള്ള സർക്കിൾ എന്തായിരുന്നു? മോഡ് z ഈക്വൽ ടു 2, അതായത് റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് f(z) എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? സെറ്റ് സ്ക്വയർ മൈനസ് 1/2i. ദിസ് ഇസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ദെൻ സെറ്റ് ഇസ് ഈക്വൽ ടു i എന്നുള്ള പോയിൻ്റ് എന്താണ്? സെറ്റ് ഈക്വൽ ടു i എന്നുള്ള പോയിൻ്റ് ഒരു പോയിൻ്റേ ഉള്ളൂ, അത് ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. അപ്പം നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എന്ത് പറയാം? ദിസ് ഇൻ്റഗ്രൽ ഈസ് 2πi ഇൻറ്റു f(z0). z0ൻ്റെ പ്ലേസിൽ ഇവിടെ i ആണ്, അപ്പോൾ f(i). ദെൻ മൈനസ് ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി f(z/z + i dz
രണ്ടാമത്തെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇത് തന്നെയാണ്, സെറ്റ് സ്ക്വയർ മൈനസ് 1/2y. അത് വിതിൻ ആൻഡ് ഓൺ സി അനലിറ്റിക് ആണ്. സെറ്റ് ഇസ് ഈക്വൽ ടു -i എന്നുള്ള പോയിന്റ് ഇവിടെ എന്താണ്, സർക്കിളിൻ്റെ ഉള്ളിലെ പോയിൻ്റാണ്. അപ്പോൾ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഈ ഇൻ്റഗ്രൽ എന്ത് എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ടിൻ്റെ പ്ലേസിൽ ഇവിടെ കിടക്കുന്നത് -i ആണ്. അപ്പോൾ എഫ് ഓഫ് -i. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/സെറ്റ് സ്ക്വയർ പ്ലസ് 1 dz ഈസ് 2πi ഇൻറ്റു എഫ് ഓഫ് i മൈനസ് 2πi ഇൻറ്റു എഫ് ഓഫ് -i വേർ എഫ് ഓഫ് സെറ്റ് ഈസ് സെറ്റ് സ്ക്വയർ മൈനസ് 1/2y എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് i എന്താണ്, i സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2y മൈനസ് 2πi ഇൻറ്റു എഫ് ഓഫ് -i ദാറ്റ് ഈസ് -i സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2y. ആൻസർ എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു 0. i സ്ക്വയർ എന്നുള്ള വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2πi ഇൻറ്റു -1/2y മൈനസ് 2πi ഇൻറ്റു i സ്ക്വയർ ദാറ്റ് ഈസ് i സ്ക്വയർ തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2y. രണ്ടും സെയിം ടേംസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/3 divided by set cube minus set dz where c is the circle mode set minus 1/2 equal to 1 oriented in counter clockwise direction. അപ്പോൾ നമുക്ക് ആദ്യം സി എന്നുള്ള സർക്കിളും എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ, അതായത് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഏത് തിയറമാണത്, കോഷി ഇൻ്റഗ്രൽ ഫോർമുലയാണോ കോഷി കോൺസെപ്റ്റ് തിയറമാണോ അപ്ലൈ ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ മോഡ് സെറ്റ് മൈനസ് 1/2 ഈക്വൽ ടു 1 ആണ് നമ്മുടെ സർക്കിൾ. അപ്പോൾ 1/2 സെൻറ്ററും റേഡിയസ് 1 ഉള്ള സർക്കിൾ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 3/2 ആണ്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് -1/2 ആയിരിക്കും 1 റേഡിയസ് ഉള്ള സർക്കിൾ ആകുമ്പോൾ. ദെൻ പോസിറ്റീവാണ് ഓറിയൻറ്റേഷൻ, അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമുക്ക് ഡയറക്ഷൻ വരുന്നത്. ഈ ഒരു സർക്കിളാണ് നമ്മുടെ സി എന്നുള്ള സർക്കിൾ. ദെൻ നമ്മുടെ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ സെറ്റ് സ്ക്വയർ മൈനസ് 1/3 സെറ്റ് ക്യൂബ് മൈനസ് സെറ്റ് ആണ്. അപ്പോൾ ഈ സെറ്റ് ക്യൂബ് മൈനസ് സെറ്റ് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സിലാണ് ഫംഗ്ഷൻ അനലിറ്റിസിറ്റി പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയും എഴുതാം, സെറ്റ് സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ സെറ്റ് ക്യൂബ് മൈനസ് സെറ്റിനെ സെറ്റ് ഔട്ട്സൈഡ് എടുത്താൽ സെറ്റ് ഇൻറ്റു സെറ്റ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ദെൻ ഡിനോമിനേറ്ററിനെ എങ്ങനെ എഴുതാം, സെറ്റ് ഇൻറ്റു സെറ്റ് സ്ക്വയർ മൈനസ് 1ന് സെറ്റ് പ്ലസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ മൈനസ് 1/3 സെറ്റ് ക്യൂബ് മൈനസ് സെറ്റിനെ സെറ്റ് സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഈ ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, സെറ്റ് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ 0 ആവണ പോയിൻറ്റ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 0 വരും, സെറ്റ് ഈക്വൽ ടു -1 വരും, സെറ്റ് ഈക്വൽ ടു 1 വരും. അപ്പോൾ 0 എന്നുള്ള പോയിൻറ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. +1 എന്നുള്ള പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്, സർക്കിളിൻ്റെ ഉള്ളിലാണ്. -1 എന്നുള്ള പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്, സർക്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ 2 പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിൻ്റ് ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് -1 എന്നുള്ള പോയിൻ്റ് മാത്രമാണ്, 0 എന്നുള്ള പോയിൻ്റ് മാത്രമാണ് ഉള്ളിൽ കിടക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 0യുടെ കറസ്പോണ്ടിങ് ടേം ഒഴിവാക്കി ഈ ടേം മൊത്തം എഫ് ഓഫ് സെറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ 2 പോയിൻറ്റ്സ് ഫംഗ്ഷൻ്റെ 2 പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതായത് നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എഴുതുകയാണ്. സെറ്റ് സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ സെറ്റ് ക്യൂബ് മൈനസ് സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, a by set plus b by set plus 1 plus c by set minus 1. Then set square minus 1/3 is equal to എന്ത് കിട്ടും, a into set plus 1 into set minus 1, അതായത് a into set square minus 1 plus b into set minus 1 plus c into set plus 1. Then a b c എന്നുള്ള വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, a is equal z is equal to 1. Then we have 1 minus 1/3 equal to a into 1 minus 1 അത് 0 plus b into 1 into 1 minus 1 ആ ടേമും 0 ആവും, c into 1 into 1 plus 1 അപ്പോൾ 2c എന്ന് വരും. അപ്പോൾ 1 minus 1/3 is 2c. So 3 minus 1 2/3 equal to 2c implies c is equal to 1/3. സിയുടെ വാല്യൂ 1/3 ആണെന്ന് കിട്ടും സെഡിന് 1 കൊടുത്താൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. സെഡ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ
ബി ഡിയും സി ഡിയും ടേംസ് 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/3 = a ഇൻറ്റു -1. സോ a is equal to 1/3 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക് z is equal to -1 കൊടുക്കാം. z is equal to -1 കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? z² -1/3 ദാറ്റ് ഈസ് -1². അപ്പം 1 - 1/3 is equal to എയുടെ ടേം ഇവിടെ എന്താവും? 0 ആയി പോവും. ബിയുടെ ടേം 0 ആയി പോവും. ബിയുടെ ടേം എന്താ വരിക? b ഇൻറ്റു -1 ഇൻറ്റു -1 ദാറ്റ് ഈസ് -2. സിയുടെ ടേം 0 ആയി പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - 1/3 3 - 1 2 / 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി. സോ ബി ഈസ് ഓൾസോ 1/3. അപ്പോൾ ബിയുടെ വാല്യൂ 1/3 എന്ന് കിട്ടി. അപ്പോൾ എ ബി സി 3 കോൺസ്റ്റൻസും എന്താണെന്ന് കിട്ടി? 1/3 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി z³ - 1/3 z³ - z dz അതിനെ എങ്ങനെ എഴുതാം? എ ബി സിയുടെ വാല്യൂ 1/3 ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/3 നമുക്ക് കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് എടുക്കാം. 1/z + 1/z + 1 + 1/z - 1 dz എന്ന് എഴുതാം. then ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/3 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z dz + 1/3 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z + 1 dz + 1/3 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z - 1 dz. അപ്പോൾ നമുക്ക് 3 ഇൻ്റഗ്രൽസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 1/z ആണ്. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ വരണം ഈ ഫംഗ്ഷൻ 1/z ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z dz എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? 1/zൻ്റെ അനലിറ്റിസിറ്റി പോണ പോയിൻ്റ് ഏതാണ്? 0 ആണ്. 0 എന്നുള്ളത് എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. അപ്പോൾ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല, അതായത് ഈ ഫംഗ്ഷന് നമ്മൾ f(z) എന്നുള്ളത് എന്തെടുക്കണോ? 1 എടുക്കണോ. ദെൻ f(z) ഡിവൈഡഡ് ബൈ z എന്ന് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എഴുതാം. f(z) ഇവിടെ നമ്മൾ 1 എടുക്കണം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z dz എഴുതാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി f(z/z dz). ദെൻ ഈ z = 0 എന്നുള്ള പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്? ഈ ഒരു സി എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതാം? 2πi × f(0), അതായത് z0 എന്നുള്ള പോയിൻ്റ്. അതെന്താണ് ഇവിടെ? ഡിനോമിനേറ്ററിൽ z മാത്രമേ ഉള്ളൂ. z0 എന്നുള്ള പോയിൻ്റ് ഏതാണ്? 0 ആണ്. z - z0 എന്നുള്ള ഫോർമുല എഴുതുമ്പോൾ z0 എന്നുള്ള വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 2πi × f(0), ദാറ്റ് ഈസ് 2πi × f(0) എന്താണ്? f(z) എന്നുള്ളത് 1 ആണ്. അപ്പോൾ f(0) എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi × 1. സോ ആൻസർ ഈസ് 2πi. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ ആണ് 2πi. ഇനി നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z + 1 dz ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ z+1 ഒരു അനലിറ്റിസിറ്റി പോകുന്നുണ്ട് അല്ലേ? -1. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്? ഓൾറെഡി പുറത്താണ് കിടക്കുന്നത്, സർക്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ 1/z+1 എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക്കാണ്. വിത്തിൻ ആൻഡ് ഓൺ സി. അനലിറ്റിസിറ്റി പോണ പോയിൻ്റ് സർക്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിത്തിൻ ആൻഡ് ഓൺ സി ദ ഫംഗ്ഷൻ 1/z+1 ഈസ് അനലിറ്റിക്. ദെൻ ബൈ കോഷി-ഗോർസാറ്റ് തിയറം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z+1 dz ഈസ് 0. ദെൻ അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ഇൻ്റഗ്രൽ നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തു. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണ് എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ തേർഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z - 1 dz. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ്, ഇതിന് ശരിക്കും ഡിനോമിനേറ്ററിൽ z - 1 ആണ്. ഈ z - 1ൻ്റെ അനലിറ്റിസിറ്റി പോണ പോയിൻ്റ് ഏതാണ്? 1 എന്നുള്ളത്. 1 എന്നുള്ള പോയിൻ്റ് ഇവിടെ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ f(z) എന്നുള്ളത് 1 എന്ന് ചൂസ് ചെയ്യുക. z0 എന്നുള്ള പോയിൻ്റ് 1 എന്ന് ചൂസ് ചെയ്യുക. ദെൻ കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. f(z) = 1 എടുക്കണോ. f(z) = 1 എന്നെടുക്കണോ. ഈ ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് എവരിവെയർ ആണ്. അപ്പോൾ വിതിൻ ആൻഡ് ഓൺ സി ഫംഗ്ഷൻ എന്തുണ്ട്? അനലിറ്റിസിറ്റി ഉണ്ട്. ദെൻ z = 1 എന്താണ്? ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് സി, സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z - 1 dz ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1 എന്നുള്ളത് എന്താണ്? f(z) / z - 1 dz
ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം 2πi ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ടിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് വരും. എഫ് ഓഫ് 1 എഫ് ഓഫ് സെറ്റ് എന്താണ് നമ്മുടെ സെറ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്തായിരിക്കും 1 തന്നെയായിരിക്കും. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ 2πi ഇൻറ്റു 1 എന്ന് കിട്ടും. സോ വി ഹാവ് ആൻസർ ഈസ് 2πi. അപ്പോൾ തേർഡ് ഇൻ്റഗ്രലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ സെറ്റ് ക്യൂബ് മൈനസ് 1 സെറ്റ് ക്യൂബ് മൈനസ് സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്തായിരുന്നു 2πi പ്ലസ് 1/3 ഇൻറ്റു സെക്കൻഡ് ഇൻ്റഗ്രൽ 0. അപ്പോൾ 0 ആയിരിക്കും. പ്ലസ് 1/3 ഇൻറ്റു തേർഡ് ഇൻ്റഗ്രൽ എന്താണ് 2πi. സോ ആൻസർ ഈസ് 2πi/3 plus 2πi/3. So 4πi/3 ആണ് ഫൈനൽ ആൻസർ വരിക. Then next example, integrate g of z around the circle C given by mod z is equal to 3/2 in the clockwise direction where g of z is tan z by z square minus 1. ഇവിടെ നമ്മുടെ സർക്കിൾ എന്താണ് mod z is equal to 3/2. അതായത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3/2. അതായത് ഈ പോയിൻ്റ് ഏതാണ് 1.5, ഈ പോയിൻ്റ് ഏതാണ് -1.5. അപ്പോൾ അതാണ് സർക്കിളിൻ്റെ റേഡിയസ് 1.5 ആണ്. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇതാണ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് tan z by z square minus 1. ഇതിന് അനലിറ്റിസിറ്റി എവിടേക്കാണ് പോകുന്നത് tan z എന്ന് ന്യൂമറേറ്ററിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ tan z എന്നുള്ളത് അനലിറ്റിക് എവിടേക്കാണ് അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് ഉണ്ട് tan z. tan z അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഏതാണ് sin z by cos z ആണ്. അപ്പോൾ cos zൻ്റെ സീറോസിൽ എന്തല്ല tan z അനലിറ്റിക് അല്ല. അപ്പോൾ ±π/2 ±3π/2 എക്സെട്ര ഈ പോയിൻറ്റ്സിലൊക്കെ എന്താണ് tan z അനലിറ്റിക് അല്ല. അപ്പോൾ tan z ഈസ് അനലിറ്റിക് എവരിവേർ എക്സെപ്റ്റ് അറ്റ് z ഈക്വൽ ടു ±π/2 ±3π/2 എക്സെട്ര. ദെൻ ഈ പോയിൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ±π/2 അതിന് 1.57 സംതിങ് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്താണ് കിടക്കുന്നത് ±π/2 എന്നുള്ള പോയിൻറ്റ്. അതേമാതിരി അതിനേക്കാൾ വലുതാണ് ±3π/2. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ എന്താണ് ഈ ഒരു സർക്കിൾ സിയുടെ പുറത്താണ് കിടക്കുന്നത്. ഇവിടെ സിയുടെ ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് ആണ് തന്നിരിക്കുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ല കേട്ടോ, ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ പുറത്താണ് എന്ത് കിടക്കുന്നത് tan സെറ്റിൻ്റെ അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സൊക്കെ കിടക്കുന്നത്. ദെൻ എഫ് ഓഫ് സെറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം വിതിൻ ആൻഡ് ഓൺ സി എന്താണ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു tan സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ് അനലിറ്റിക് ആണ്. വിതിൻ ആൻഡ് ഓൺ സി എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു tan സെറ്റ് ഈസ് അനലിറ്റിക്. ദെൻ 1/z സ്ക്വയർ മൈനസ് 1 അതിന് നമ്മൾ മാറ്റി എഴുതാണ്. ഇപ്പോൾ ഇവിടെ സെറ്റ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 1ന് അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ±1 ആണ്. അപ്പോൾ അത് ഈ സർക്കിളിൻ്റെ റേഡിയസ് 3/2 ആയിട്ടുള്ള സർക്കിളിൻ്റെ ഉള്ളിലാണ് ±1 എന്നുള്ള പോയിൻറ്റ്സ് കിടക്കുന്നത്. 1ഉം -1ഉം എവിടെയാണ് കിടക്കുന്നത് സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1/z സ്ക്വയർ മൈനസ് 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതാണ് 1/z സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം 1 ഡിവൈഡഡ് ബൈ z + 1 ഇൻറ്റു z - 1 എന്ന് എഴുതാം. ദെൻ ഇതിനെ നമുക്ക് a ബൈ z + 1 പ്ലസ് b ബൈ z - 1 എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്ത് കിട്ടും 1 is equal to a ഇൻറ്റു z - 1 പ്ലസ് b ഇൻറ്റു z + 1. ദെൻ z is equal to 1 കൊടുത്താൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. അതായത് 1 is equal to എന്ത് കിട്ടും 2b. സോ b is 1/2. ദെൻ z is equal to -1 കൊടുത്താൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അതായത് 1 is equal to -2a. സോ a is -1/2. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/z + 1 ഇൻറ്റു z - 1 അതായത് 1/z സ്ക്വയർ മൈനസ് 1. അതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം എയുടെ വാല്യൂ -1/2 ആണ്, ബിയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 1/z സ്ക്വയർ മൈനസ് 1നെ എങ്ങനെ എഴുതാം 1/2 ഇൻറ്റു 1/z - 1 മൈനസ് 1/z + 1 എന്ന് എഴുതാം. എയുടെ വാല്യൂ ആണ് -1/2, ബിയുടെ വാല്യൂ ആണ് 1/2. നമ്മളിവിടെ മാറ്റി എഴുതിയതാണ്. ഇവിടെ 1/z സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 1/2 ഇൻറ്റു 1/z - 1 മൈനസ് 1/z + 1. ദെൻ നമുക്കിവിടെ
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെറ്റ് ഡി സെറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സിയുടെ ഓറിയൻറ്റേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ നമ്മൾ സിയുടെ ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് എന്ന കാരണം നമ്മളിതിനെ മാറ്റിയിട്ട് ഈ ഇൻ്റഗ്രലിനെ മാറ്റിയിട്ട് ഇൻ്റഗ്രൽ സിയുടെ ഓറിയൻറ്റേഷനാണ് എന്ത് വന്നത്, ക്ലോക്ക് വൈസ് വന്നത്. അപ്പം മൈനസ് സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെറ്റ് ഡി സെറ്റിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതണു, മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി ജി ഓഫ് സെറ്റ് ഡി സെറ്റ് എന്ന് എഴുതണു. അപ്പോൾ മൈനസ് സിക്ക് എന്താണ് ഓറിയൻറ്റേഷൻ വരുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി ജി ഓഫ് സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ജി ഓഫ് സെറ്റ് എന്നുള്ളത് ടാൻ സെറ്റ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1 ആണ്. ടാൻ സെറ്റ് നമ്മൾ എഫ് ഓഫ് സെറ്റ് എന്ന് എടുക്കണം. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1 ഡി സെറ്റ് എന്ന് കിട്ടും. ദെൻ ഈ 1 ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1 എന്നുള്ള ടേമിന് നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും, മൈനസ് 1/2 നെഗറ്റീവ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് നെഗറ്റീവ് 1/2 ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ഡി സെറ്റ് മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് പ്ലസ് 1 ഡി സെറ്റ് എന്ന് കിട്ടും. ദെൻ ഈ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി ആണ്. ഇവിടെ സെറ്റ് മൈനസ് 1 എന്നുള്ളത് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ദെൻ 1 എന്നുള്ള പോയിൻ്റ് എന്താണ്, ഈ ഒരു മൈനസ് സി എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. സെറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ നമുക്കിതിനെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു 2πi ഇൻറ്റു എഫ് ഓഫ് 1. ദെൻ നെക്സ്റ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് പ്ലസ് 1 ഡി സെറ്റ്. അപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 എന്നുള്ള പോയിൻ്റ് എന്താണ്, സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എങ്ങനെ എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് മൈനസ് 1. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 1/2 ഇൻറ്റു 2πi ഇൻറ്റു tan 1 മൈനസ് 2πi ഇൻറ്റു tan ഓഫ് മൈനസ് 1. ദെൻ 1/2 ഇൻറ്റു 2πi അത് കട്ടായി കഴിഞ്ഞാൽ 2 കട്ടാവും. അപ്പോൾ നമുക്ക് മൈനസ് പൈ ആയി വരും ഇൻറ്റു tan ഓഫ് 1 മൈനസ് tan ഓഫ് മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പൈ ഇൻറ്റു tan 1. tan ഓഫ് മൈനസ് 1 എന്താണ്, മൈനസ് tan ഓഫ് 1. അപ്പോൾ ഇത് മാറിയിട്ട് പ്ലസ് tan 1 ആവും. നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. എന്ത് കിട്ടും, മൈനസ് പൈ ഇൻറ്റു 2 tan 1. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2πi tan 1.